ഇനി വരുന്ന PSC പരീക്ഷകളിൽ കൊറോണയെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതിനാൽ നമുക്കിന്ന് കൊറോണയെപ്പറ്റി പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൊറോണ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം കിരീടം. കൊറോണ വൈറസ് രോഗത്തിന് COVID-19 എന്ന് പേര് നൽകിയത് ലോകാരോഗ്യ സംഘടന. എന്നതിൻ്റെ പൂർണ്ണരൂപം കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നാണ്. SARS-CoV-2 എന്ന വൈറസാണ് COVID-19 എന്ന രോഗം പരത്തുന്നത്. ഇത് ഒരു RNA വൈറസാണ്. COVID-19 പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. സാർസ്, മെർസ് എന്നീ രോഗങ്ങൾക്ക് കാരണമായതും കൊറോണ വൈറസ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കൊറോണ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം കിരീടം. കൊറോണ വൈറസ് രോഗത്തിന് COVID-19 എന്ന പേര് നൽകിയത് ലോകാരോഗ്യ സംഘടന. COVID-19 എന്നതിൻ്റെ പൂർണ്ണരൂപം കൊറോണ വൈറസ് ഡിസീസ് 2019. SARS-CoV-2 എന്ന വൈറസാണ് COVID-19 എന്ന രോഗം പരത്തുന്നത്. ഇത് ഒരു RNA വൈറസാണ്. COVID-19 പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെ. സാർസ്, മെർസ് എന്നീ രോഗങ്ങൾക്ക് കാരണമായതും കൊറോണ വൈറസാണ്. ശരീരത്തിന് പുറത്ത് 3 ദിവസം വരെ കൊറോണ വൈറസ് ജീവിക്കും. ക്വാറന്റൈൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇറ്റാലിയൻ ഭാഷയിൽ നിന്നാണ്. വൈറസ് വ്യക്തിയെ ബാധിച്ചതിനും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിനും ഇടയിലുള്ള സമയം ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻക്യുബേഷൻ പീരീഡ്. COVID-19 ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 14 ദിവസം വരെ. COVID-19 രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിലെ വുഹാനിൽ. 2019 ഡിസംബർ 31 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 2020 ജനുവരി 30 COVID-19 കാരണം ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 6ാമത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണിത്. 2020 മാർച്ച് 11 COVID-19 ആഗോള മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് ആയി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ലോകവ്യാപകമായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയാണ് മഹാമാരിയായി പ്രഖ്യാപിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ശരീരത്തിനു പുറത്ത് 3 ദിവസം വരെ കൊറോണ വൈറസ് ജീവിക്കും. ക്വാറന്റൈൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇറ്റാലിയൻ ഭാഷയിൽ നിന്നാണ്. വൈറസ് വ്യക്തിയെ ബാധിച്ചതിനും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിനും ഇടയിലുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. COVID-19 ഇൻക്യുബേഷൻ പീരീഡാണ് 1 മുതൽ 14 ദിവസം വരെ. COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിൽ വുഹാനിൽ. 2019 ഡിസംബർ 31 ആദ്യ റിപ്പോർട്ട്. 2020 ജനുവരി 30 COVID-19 കാരണം ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇത് 6ാമത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണ്. 2020 മാർച്ച് 11 COVID-19 ആഗോള മഹാമാരിയായി അല്ലെങ്കിൽ പാൻഡമിക്കായി. ലോകവ്യാപകമായി കാണപ്പെടുന്ന പകർച്ചവ്യാധിയാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്. കൊറോണ വൈറസും കേരളവും. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2020 ജനുവരി 30
തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ COVID-19 റിപ്പോർട്ട് ചെയ്തത്. COVID-19 റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ ജില്ല കാസർഗോഡ്, മൂന്നാമത്തെ ജില്ല ആലപ്പുഴ. COVID-19 രോഗബാധ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കോവിഡ് രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചാരമാണ് ബ്രേക്ക് ദി ചെയിൻ. ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം കേരളം. ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം കേരളം. കോവിഡ് ബോധവൽക്കരണത്തിന് കേരള സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ ദിശ. ദിശയുടെ നമ്പർ 1056. ഒരിക്കൽ കൂടി, ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2020 ജനുവരി 30 തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ COVID-19 റിപ്പോർട്ട് ചെയ്തത്. COVID-19 റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ രണ്ടാമത്തെ ജില്ല കാസർഗോഡ്, മൂന്നാമത്തെ ജില്ല ആലപ്പുഴ. COVID-19 രോഗബാധ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കോവിഡ് രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ രൂപീകരിച്ച പ്രചാരമാണ് ബ്രേക്ക് ദി ചെയിൻ. ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം കേരളം. കോവിഡ് ബോധവൽക്കരണത്തിന് കേരള സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈനാണ് ദിശ. ദിശയുടെ ടോൾ ഫ്രീ നമ്പർ 1056. ലോക്ക്ഡൗൺ പിൻവലിക്കുമ്പോൾ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേരളം രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. ലോക്ക്ഡൗൺ പിൻവലിക്കുമ്പോൾ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേരളം രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. കോവിഡ് നേരിടാനായി കേരള സർക്കാർ 20,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ പ്രചാരണത്തിന് കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗോട്ട് ഡയറക്റ്റ്. കോവിഡ് പശ്ചാത്തലത്തിൽ കേരള നിയമസഭ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫ ഇ-ബെൽസ്. ലോക്ക്ഡൗൺ കാലത്ത് പഴം, പച്ചക്കറി തുടങ്ങിയവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ കോവിഡ് ബോധവൽക്കരണ പരിപാടിയാണ് മാസ്സാണ് തൃശ്ശൂർ, മാസ്കാണ് നമ്മുടെ ജീവൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ലോക്ക്ഡൗൺ പിൻവലിക്കുമ്പോൾ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേരളം രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. കോവിഡിനെ നേരിടാനായി കേരള സർക്കാർ 20,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ പ്രചാരണത്തിന് കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗോട്ട് ഡയറക്റ്റ്. കോവിഡ് പശ്ചാത്തലത്തിൽ കേരള നിയമസഭ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫ ഇ-ബെൽസ്. ലോക്ക്ഡൗൺ കാലത്ത് പഴം, പച്ചക്കറി തുടങ്ങിയവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ജീവനി സഞ്ജീവനി. തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ കോവിഡ് ബോധവൽക്കരണ പരിപാടിയാണ് മാസ്സാണ് തൃശ്ശൂർ, മാസ്കാണ് നമ്മുടെ ജീവൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2020 ജനുവരി 30 തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ COVID-19 റിപ്പോർട്ട് ചെയ്തത്. കൊറോണ ബാധയെ തുടർന്ന് വുഹാനിൽ നിന്ന് വന്ന ഇന്ത്യക്കാരെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക കേന്ദ്രം തയ്യാറാക്കിയത് ഹരിയാനയിലെ മനേസറിൽ ആണ്.
ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യയിൽ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കർണാടക. ആദ്യ COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത സ്ഥലം കർണാടകയിലെ കൽബുറഗി. നമസ്തേ ഓവർ ഹാൻഡ്സ് ഷേക്ക് പ്രചാരണം തുടങ്ങിയ സംസ്ഥാനം കർണാടക. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. 2020 ജനുവരി 30 തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ COVID-19 റിപ്പോർട്ട് ചെയ്തത്. കൊറോണ ബാധയെ തുടർന്ന് വുഹാനിൽ നിന്ന് വന്ന ഇന്ത്യക്കാരെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക കേന്ദ്രം തയ്യാറാക്കിയത് ഹരിയാനയിലെ മനേസറിൽ. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ. ഇന്ത്യയിൽ കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം കർണാടക. കർണാടകയിലെ സ്ഥലമാണ് കൽബുറഗി. കോവിഡ് വ്യാപനം തടയുന്നതിന് നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് പ്രചാരണം തുടങ്ങിയ സംസ്ഥാനം കർണാടക. ഇന്ത്യയിലാദ്യമായി കോവിഡ് പ്രതിരോധത്തിന് അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിച്ച് ചികിത്സാരീതി ആരംഭിച്ച സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് സംസ്ഥാനം ഗോവ. COVID-19 വ്യാപനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% അധികം വേതനം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഗോവ. ഇന്ത്യയിലാദ്യമായി കോവിഡ് പ്രതിരോധത്തിന് അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിച്ച ചികിത്സാരീതി ആരംഭിച്ച സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് സംസ്ഥാനം ഗോവ. COVID-19 വ്യാപനത്തിനെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% അധികം വേതനം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഗോവ. COVID-19 തടയാനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിന് റാപ്പിഡ് ടെസ്റ്റിംഗ് തുടങ്ങിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. COVID-19 സാമ്പിൾ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പൂൾ ടെസ്റ്റിംഗ് തുടങ്ങിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. കമ്മ്യൂണിറ്റി കിച്ചനുകളുടെ ജിയോ ടാഗ് ചെയ്ത ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. COVID-19 വ്യാപനം തടയുന്നതിന് ആരോഗ്യ സേതു ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. COVID-19 ബാധിതരെ പരിശോധിക്കുന്നതിന് കൊബോൾട്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. ലോക്ക്ഡൗണിൽ കുട്ടികൾക്കായി യുണിസെഫിന്റെ സഹായത്തോടെ മൈ ടാലന്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. COVID-19 തടയാനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിന് റാപ്പിഡ് ടെസ്റ്റിംഗ് തുടങ്ങിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. COVID-19 സാമ്പിൾ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പൂൾ ടെസ്റ്റിംഗ് തുടങ്ങിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. കമ്മ്യൂണിറ്റി കിച്ചനുകളെ ജിയോ ടാഗ് ചെയ്ത ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. COVID-19 വ്യാപനം തടയുന്നതിന് ആരോഗ്യ സേതു ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിന് കൊബോൾട്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. ലോക്ക്ഡൗണിൽ കുട്ടികൾക്കായി യുണിസെഫിന്റെ സഹായത്തോടെ മൈ ടാലന്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. 28 ലക്ഷം ജനങ്ങളെയും COVID-19 പരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ച മധ്യപ്രദേശിലെ നഗരമാണ് ഇൻഡോർ.
COVID-19 വ്യാപനം തടയുന്നതിന് ജനങ്ങൾക്ക് ഫേസ് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. കോവിഡ് ഭീഷണിയിലായ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി മുംബൈ. നെഗറ്റീവ് പ്രഷർ റൂം സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ കോവിഡ് ആശുപത്രി മുംബൈയിൽ ആരംഭിച്ചത് റിലയൻസ് ഇന്ത്യയാണ്. നെഗറ്റീവ് പ്രഷർ റൂം സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ കോവിഡ് ആശുപത്രി മുംബൈയിൽ ആരംഭിച്ചത് റിലയൻസ് ഇന്ത്യയാണ്. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്ററാണ് ജീവൻ. ഇന്ത്യയിലെ ആദ്യ തദ്ദേശ നിർമ്മിത COVID-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം പൂനെയിലെ മൈ ലാബ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. 28 ലക്ഷം ജനങ്ങളെയും COVID-19 പരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ച മധ്യപ്രദേശിലെ നഗരം ഇൻഡോർ. COVID-19 വ്യാപനം തടയുന്നതിന് ജനങ്ങൾ ഫേസ് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. കോവിഡ് ഭീഷണിയിലായ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി മുംബൈ. നെഗറ്റീവ് പ്രഷർ റൂം സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ കോവിഡ് ആശുപത്രി മുംബൈയിൽ ആരംഭിച്ചത് റിലയൻസ് ഇന്ത്യ. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്ററാണ് ജീവൻ. ഇന്ത്യയിലെ ആദ്യ തദ്ദേശ നിർമ്മിത COVID-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനമാണ് പൂനെയിലെ മൈ ലാബ്. ഇന്ത്യയിലാദ്യമായി കോവിഡിൻ്റെ ജീനോം സീക്വൻസ് നടത്തിയ സ്ഥാപനമാണ് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. കോവിഡ് പ്രതിരോധ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി സുരക്ഷാ വസ്ത്രം വികസിപ്പിച്ച സ്ഥാപനം DRDO. കോവിഡ് ബാധിതരുടെ സാമ്പിൾ ശേഖരിക്കുന്നതിന് DRDO വികസിപ്പിച്ച സംവിധാനമാണ് കോവ്സാക്ക്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച COVID-19 ഇക്കണോമിക് റെസ്പോൺസ് ടാസ്ക് ഫോഴ്സിൻ്റെ അധ്യക്ഷ നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പൊതു ആരോഗ്യ സാങ്കേതിക വിദഗ്ധരുടെ ഉന്നതതല സമിതി തലവൻ ഡോക്ടർ VK പോൾ. കോവിഡ് വ്യാപനത്തിനെതിരെ പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അമിതാഭ് കാന്ത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലാദ്യമായി കോവിഡിൻ്റെ ജീനോം സീക്വൻസ് നടത്തിയ സ്ഥാപനം പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. കോവിഡ് പ്രതിരോധ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി സുരക്ഷാ വസ്ത്രം വികസിപ്പിച്ച സ്ഥാപനം DRDO. കോവിഡ് ബാധിതരുടെ സാമ്പിൾ ശേഖരണത്തിന് DRDO വികസിപ്പിച്ച സംവിധാനമാണ് കോവ്സാക്ക്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച COVID-19 ഇക്കണോമിക് റെസ്പോൺസ് ടാസ്ക് ഫോഴ്സിൻ്റെ അധ്യക്ഷ നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പൊതു ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ ഉന്നതതല സമിതി തലവൻ ഡോക്ടർ VK പോൾ. കോവിഡ് വ്യാപനത്തിനെതിരെ പോരാടുന്നവർക്കായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അമിതാഭ് കാന്ത്. കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് $1 ബില്യൺ എമർജൻസി ഫണ്ട് അനുവദിച്ചത് ലോകബാങ്ക്. കോവിഡ് പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 1.7 ലക്ഷം കോടി രൂപയുടെ പ്രാഥമിക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പബ്ലിക് ഫണ്ടാണ് PM കെയേഴ്സ്.
പ്രധാനമന്ത്രി സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട് എന്നാണ് PM കെയേഴ്സിൻ്റെ പൂർണ്ണരൂപം. പ്രധാനമന്ത്രി സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട്. കോവിഡിനെ നേരിടാൻ രാജ്യത്തുടനീളമുള്ള ഇന്ത്യൻ കരസേന ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ നമസ്തേ. മാലിദ്വീപിൽ കോവിഡ് വ്യാപനം തടയാൻ ആവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡ് വ്യാപനം തടയാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് ലൈഫ് ലൈൻ ഉഡാൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി ഇന്ത്യക്ക് $1 ബില്യൺ എമർജൻസി ഫണ്ട് അനുവദിച്ചത് ലോകബാങ്ക്. കോവിഡ് പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 1.7 ലക്ഷം കോടി രൂപയുടെ പ്രാഥമിക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പബ്ലിക് ഫണ്ടാണ് PM കെയേഴ്സ്. ഇതിൻ്റെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട്. പ്രധാനമന്ത്രി സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട്. കോവിഡിനെ നേരിടാൻ രാജ്യത്തുടനീളമുള്ള ഇന്ത്യൻ കരസേന ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. മാലിദ്വീപിൽ കോവിഡ് വ്യാപനം തടയാൻ ആവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡ് വ്യാപനം തടയാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം ലൈഫ് ലൈൻ ഉഡാൻ. കേന്ദ്ര സർക്കാർ കൊറോണ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ് ആരോഗ്യ സേതു വികസിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ് പൂർത്തിയാക്കി റെക്കോർഡ് സൃഷ്ടിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. കോവിഡ് പോസിറ്റീവ് ആയവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്. കോവിഡ് വ്യാപനം തടയുന്നതിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ട്രെയിനിംഗ് പ്ലാറ്റ്ഫോമാണ് ഐഗോട്ട്. കോവിഡ് വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075. അടുത്തിടെ കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ S. പത്മാവതി. ഗോഡ് മദർ ഓഫ് കാർഡിയോളജി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S. പത്മാവതിയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ കൊറോണ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. ഇത് വികസിപ്പിച്ചത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ് പൂർത്തിയാക്കി റെക്കോർഡ് സൃഷ്ടിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. കോവിഡ് പോസിറ്റീവ് ആയവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്. കോവിഡ് വ്യാപനം തടയുന്നതിന് വിവിധ മേഖലകളിലെ ജോലി ചെയ്യുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ട്രെയിനിംഗ് പ്ലാറ്റ്ഫോമാണ് ഐഗോട്ട്. കോവിഡ് വിവരങ്ങൾ പൊതുജന ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075.
അടുത്തിടെ കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എസ് പത്മാവതി. ഗോഡ് മദർ ഓഫ് കാർഡിയോളജി എന്നാണ് ഡോക്ടർ പത്മാവതി അറിയപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനം ഗബ്രിയേസസ്. ടെഡ്രോസ് അദാനം ഗബ്രിയേസസ്. കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നത്. കൊറോണ രോഗനിർണയ ടെസ്റ്റുകളാണ് PCR, NAAT എന്നിവ. PCR, NAAT. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നതാണ് PCR-ന്റെ പൂർണ്ണരൂപം. മോളിക്യുലാർ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് PCR ടെസ്റ്റ് ആണ്. NAAT പൂർണ്ണരൂപം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. COVID-19 ബാധ കണ്ടെത്തുന്നതിനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ച രാജ്യം സിംഗപ്പൂർ. ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനം ഗബ്രിയേസസ്. കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നത്. കൊറോണ രോഗനിർണയ ടെസ്റ്റാണ് PCR, NAAT എന്നിവ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നതാണ് PCR-ന്റെ പൂർണ്ണരൂപം. മോളിക്കുലാർ ടെസ്റ്റ് എന്നത് PCR ടെസ്റ്റ് ആണ്. NAAT യുടെ പൂർണ്ണരൂപം ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. COVID-19 ബാധ കണ്ടെത്തുന്നതിനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ച രാജ്യം സിംഗപ്പൂർ. COVID-19 പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മലേറിയ മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നിനെ മൃതസഞ്ജീവിനി വിശേഷിപ്പിച്ച ലോക നേതാവാണ് ബ്രസീൽ പ്രസിഡന്റായ ജയർ ബോൾസനാരോ. 50-ലേറെ COVID-19 ബാധിത രാജ്യങ്ങളിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എത്തിച്ച രാജ്യം ഇന്ത്യ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൈയടിച്ച് ആദരം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഇറ്റലി. കോവിഡ് ബാധയെ തുടർന്ന് ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയ്ക്കായി 100 കോടി രൂപയിലേറെ നടന്നു സമാഹരിച്ച മുൻ ആർമി ക്യാപ്റ്റനാണ് ടോം മൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടെന്നാരോപിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. കോവിഡ് വൈറസിനെതിരെ ഓക്സ്ഫഡ് സർവകലാശാല വികസിപ്പിച്ച സാധ്യത വാക്സിനാണ് AZD1222. വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഓക്സ്ഫഡ് സർവകലാശാലയുടെ പങ്കാളിയായ ഇന്ത്യൻ കമ്പനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് സ്പുട്നിക് 5. ഇതിന് നേതൃത്വം നൽകിയത് മോസ്കോ ഗമാലിയ സർവകലാശാലയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും. മോസ്കോ ഗമാലിയ സർവകലാശാലയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും. COVID-19 ബാധ കണ്ടെത്തുന്നതിനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ച രാജ്യം സിംഗപ്പൂർ. COVID-19 പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മലേറിയ മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നിനെ മൃതസഞ്ജീവിനി എന്ന് വിശേഷിപ്പിച്ച ലോക നേതാവാണ് ബ്രസീൽ പ്രസിഡന്റായ ജയർ ബോൾസനാരോ. 50-ലേറെ COVID-19 ബാധിത രാജ്യങ്ങളിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എത്തിച്ച രാജ്യം ഇന്ത്യ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന
ആരോഗ്യ പ്രവർത്തകർക്ക് കൈയടിച്ച് ആദരം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഇറ്റലി. കോവിഡ് ബാധയെ തുടർന്ന് ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയ്ക്ക് 100 കോടി രൂപ നടന്നു സമാഹരിച്ച മുൻ ആർമി ക്യാപ്റ്റൻ ടോം മൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ സംഘടന പരാജയപ്പെട്ടെന്നാരോപിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. കോവിഡ് വൈറസിനെതിരെ ഓക്സ്ഫഡ് സർവകലാശാല വികസിപ്പിച്ച സാധ്യതാ വാക്സിനാണ് AZD1222. വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഓക്സ്ഫഡ് സർവകലാശാലയുടെ പങ്കാളിയായ ഇന്ത്യൻ കമ്പനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം റഷ്യ. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് സ്പുട്നിക് 5. ഇതിന് നേതൃത്വം നൽകിയത് മോസ്കോ ഗമാലിയ സർവകലാശാലയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും. കൊറോണ വൈറസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാറുണ്ട്. അതിനാൽ ഇവയെ സൂണോട്ടിക് വൈറസ് എന്നാണ് പറയുന്നത്. കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ച ന്യൂയോർക്കിലെ ബ്രാൻകസ് മൃഗശാലയിലെ കടുവയാണ് നാദിയ. മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്. കൊറോണ വൈറസ് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് $12 ബില്യൺ വീതം സഹായം പ്രഖ്യാപിച്ച സംഘടന ലോകബാങ്ക്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച കോവിഡ് പരിശോധനാ റോബോട്ടാണ് ക്ലാര. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദി 5 എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിൾ. കോവിഡ് ബാധയെ തുടർന്ന് കടലിൽ ക്വാറന്റൈനിലായ കപ്പലാണ് ഡയമണ്ട് പ്രിൻസസ്. കോവിഡ്-19 കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ചൈനീസ് ഡോക്ടറാണ് ഡോക്ടർ ലി വെൻ ലിയാങ്. ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഫ്രാൻസ്. കോവിഡ്-19 റിപ്പോർട്ട് ചെയ്ത ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കൊറോണ വൈറസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാറുണ്ട്. അതിനാൽ ഇവയെ സൂണോട്ടിക് വൈറസ് എന്നാണ് പറയുന്നത്. കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ച ന്യൂയോർക്കിലെ ബ്രാൻകസ് മൃഗശാലയിലെ കടുവയാണ് നാദിയ. മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ദേശീയോദ്യാനം ജിം കോർബറ്റ്. കൊറോണ വൈറസ് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് $12 ബില്യൺ സഹായം ഏർപ്പെടുത്തിയ സംഘടന ലോകബാങ്ക്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച കോവിഡ് പരിശോധനാ റോബോട്ട് ക്ലാര. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദി 5 എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഗൂഗിൾ. കോവിഡ് ബാധയെ തുടർന്ന് കടലിൽ ക്വാറന്റൈനിലായ കപ്പൽ ഡയമണ്ട് പ്രിൻസസ്. കോവിഡ്-19 കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ചൈനയിലെ ഡോക്ടറാണ് ഡോക്ടർ ലി വെൻ ലിയാങ്. ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ ബാധയെ തുടർന്നുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഫ്രാൻസ്. കോവിഡ്-19 റിപ്പോർട്ട് ചെയ്ത ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.